ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ കുക്കിംഗ് സ്റ്റോറീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ 3 അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഈ 3 സ്നാക്സിലും നമുക്ക് ഓയിൽ ഫ്രൈയിങ് ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള 3 സ്നാക്സാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ക്രീമി ഫില്ലിങ്ങോട് കൂടി ഒരു ബ്രെഡ് റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഈ സവോള നന്നായിട്ട് ഇങ്ങനെ വാടി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കളറ് മാറുന്ന വരെ നമുക്കൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇടാം. ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ അധികം പൊടികളൊന്നുമില്ല. ജസ്റ്റ് കുരുമുളക് പൊടിയും അതുപോലെ ഗാർലിക് പൗഡറുമാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗാർലിക് പൗഡറും ഇടാം. പിന്നെ നമുക്ക് ഫ്ലേവറിന് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ക്യാരറ്റ് ഇതുപോലെ ചോപ്പ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഒറിഗാനോ കൂടി ഇടും. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു ഫില്ലിങ്ങിന് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ, ബോൺലെസ് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് കുറച്ചൊരു ക്രീമി പോലെ ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് അതൊന്നും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇനി നമുക്ക് ബ്രെഡാണ് ആവശ്യമുള്ളത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലിയ ടൈപ്പ് സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു റോൾ പിൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. കാരണം നമ്മളിത് മടക്കി എടുക്കാനാണ്. അപ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം അധികം ഫില്ലിങ് വെച്ചാൽ നമുക്കത് റോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആവശ്യത്തിനുള്ള മാത്രം വെച്ചാൽ മതി. ഇനി അതിൻ്റെ മുകളിലായി കുറച്ച് മൊസറല്ല ചീസും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മറ്റേ സൈഡിൽ നമുക്ക് ഒന്ന് വെള്ളം വെച്ചിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്യാം. എന്നിട്ട് നമുക്കിതുപോലെ റോൾ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് റോൾ ചെയ്യുമ്പോൾ കുറച്ച് പതുക്കെ വേണം അത് റോൾ ചെയ്യാൻ. എന്നിട്ട് സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇത് കുറച്ച് ബട്ടറാണ്. നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്ത് വേണമെങ്കിലും അതിൽ ഒഴിക്കാം. ഇനി ഓരോ ഈ ബ്രെഡ് റോളായിട്ട് ഇതുപോലെ നമുക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് റെഡിയാവും. ജസ്റ്റ് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക്. വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ ആ ഒരു ഫില്ലിങ് നമുക്ക് ക്രീമി ചിക്കൻ ആ ഒരു ഫില്ലിങ് വരുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഓയിൽ ഫ്രൈയിങ് ഒന്നും ആവശ്യമില്ലാതെ നല്ലൊരു സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത സ്നാക്കിലേക്ക് കിടക്കാം. അടുത്തത് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇഫ്താറിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. സേമിയ വെച്ചിട്ട് ഒരു സേമിയ പോള അല്ലെങ്കിൽ സേമിയ ചട്ടിപ്പത്തിരി എന്ന് വേണമെങ്കിലും പറയാം ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം മുട്ട വേണം. 3 മുട്ടയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതാണ് അല്ലെങ്കിൽ ചതച്ചത് ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം മധുരം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ള അത്രയും പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായി നമുക്ക് കുറച്ച് നട്ട്സും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സും കിസ്മിസും ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് സേമിയാണ്, ഇതിപ്പോൾ 1 കപ്പ് സേമിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ഒരു കളറ് മാറി സേമിയ ഒന്ന് ക്രിസ്പ് ആവുന്ന വരെ നമുക്കിത് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം.
ഞാൻ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത അതേ ഒരു പാനിൽ തന്നെയാണ് ഇതുണ്ടത്. അപ്പോൾ കാരണം അതിൽ കുറച്ച് നെയ്യൊക്കെ അതിൽ ബാക്കി ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 സ്പൂൺ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സേമിയ ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായി വീണ്ടും മുട്ടയുടെ മിക്സ് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം അതൊന്ന് ഇങ്ങനെ കുക്കായി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ കുറേ നേരം മൂടി വെക്കണ്ട, ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചാൽ മതി. പിന്നെ അത് തുറന്നിട്ട് വീണ്ടും സേമിയയും അതുപോലെ നമ്മുടെ ഈ മുട്ടയുടെ മിക്സും ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഈ ഒരു പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എല്ലാ ലെയറും ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ ബാക്കി വന്ന മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സും കിസ്മിസും അതും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിന് മുകളിൽ നിങ്ങൾക്ക് അടുത്ത് കസ്കസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ ടോപ്പ് ലെയറിൽ കസ്കസ് ആണ് ഇടുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് റവ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 10 മിനിറ്റ് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ പോള റെഡിയാണ്. അപ്പം ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചട്ടിപ്പത്തിരീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു സ്നാക്കിന് വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്ക്. അപ്പം നമുക്ക് അടുത്ത സ്നാക്കിലേക്ക് കിടക്കാം. അടുത്ത റെസിപ്പി ഒരു പിസ്സ ബണ്ണാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ശരിക്കും നമുക്ക് പിസ്സ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. പക്ഷേ പിസ്സ ഉണ്ടാക്കുന്ന അത്രയൊന്നും പാടില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സ ബണ്ണാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടി കുറച്ച് ചിക്കൻ വേണം. അത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗാർലിക് പൗഡറാണ്. നിങ്ങളടുത്ത് ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി ഇതുപോലെ ചതച്ചതോ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ തൈരും. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പം ബോൺലെസ് ആണ്, അതുപോലെ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. ഇനി കുറച്ച് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തെടുത്താണിത്. ഇത് ഒരു ചെറിയ സവോള, അതുപോലെ ചെറിയ ക്യാപ്സിക്കം, പിന്നെ ഒരു വലിയ തക്കാളിൻ്റെ പകുതി, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ ഒറിഗാനോ ഇത്രയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബണ്ണാണ് ആവശ്യമുള്ള. അപ്പോൾ ഇത് 3 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം ഇതുപോലെ റൗണ്ടിൽ ടോപ്പ് ലെയർ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇത് 2 ഹാഫായിട്ട് എങ്ങനെയും കട്ട് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് വെക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയത്തെ ഒരു ബേസിൽ കുറച്ച് ടൊമാറ്റോ സോസ് ആണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതും വെക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ അതുപോലെ വെജിറ്റബിൾസും എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ആ ഫില്ലിങ്ങിൻ്റെ മുകളിൽ നമ്മൾ രണ്ടാമത്തെ ഒരു ഭാഗം ഒരു ബണ്ണിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. പിന്നെയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ ആ ഒരു ഫില്ലിങ്ങും പിന്നെയും വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഞാൻ കുറച്ച് ജലപ്പീനോ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പിസ്സേൻ്റെ ഒക്കെ ശരിക്കും ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ അത് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ മുകളിൽ കുറച്ച് ചീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പിസ്സ ബണ്ണ്.
ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓവൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലൊരു കടായിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കടായി ഒരു 10 മിനിറ്റ് നല്ല ഹൈ ഹീറ്റിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബണ്ണ് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു ചീസ് മെൽറ്റായി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പം ഇതിൽ ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ബണ്ണ് പുറത്തേക്ക് എടുക്കാം. അപ്പം ഇതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ 3 റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നോട് ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്